ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു റെസിപ്പി ട്രൈ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പരിഞ്ഞിൽ തോരനാണ്. ഒരുപാട് പേർക്ക് വളരെ ഇഷ്ടമുള്ളൊരു തോരനാണിത്. ഫിഷിൻ്റെ എഗ്ഗ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണിത്. പ്രത്യേകിച്ച് നമ്മളുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഈ തോരൻ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഉത്സാഹമായിരിക്കും ചോറ് കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എനിക്കിവിടെ ഒരു മീൻ വെട്ടി വൃത്തിയാക്കിയപ്പോൾ ഇത്രയും പരിഞ്ഞിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് പല സ്ഥലങ്ങളിലും പല പേരുകളാണ് പറയുന്നതെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ പല രീതിയിലും കുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിത് 2-3 രീതിയിൽ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നിയ ഒരു രീതിയാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ പരിഞ്ഞിൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം, ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം, പച്ചമുളക് അതുകൂടി ചേർത്ത് കൊടുക്കാം, കറിവേപ്പില കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം, പിന്നെ പൊടികളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ പരിഞ്ഞിൽ കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്ക് ചെയ്ത് കിട്ടാനായിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. വേണമെങ്കിൽ ഈ തേങ്ങയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട, കോക്കനട്ട് ഓയിൽ തന്നെയാണ് നല്ലത്. അതാണ് ടേസ്റ്റ് കൂട്ടുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷിൻ്റെ എഗ്ഗ് കൊണ്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇനിയിപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി പൗഡർ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. അതേപോലെ തന്നെ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർത്താൽ വളരെയധികം ടേസ്റ്റ് ആയിരിക്കും. ഫ്രൈ ചെയ്ത് കഴിക്കാനാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കുക, അവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയും കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും വളരെയധികം നന്ദി പറയുന്നു. അപ്പോൾ പുതിയ റെസിപ്പീസുമായിട്ട് ഇനിയും കാണാം. ടാറ്റാ, ബൈ ബൈ.